ഉത്തരാഖണ്ഡ് ദരാലിയിൽ 4ാം ദിവസവും രക്ഷാപ്രവർത്തനം ഊർജിതം. കുടുങ്ങിക്കിടന്ന 56 പേരെ കൂടി രക്ഷപ്പെടുത്തിയവരെ ഉത്തരകാശിയിൽ എത്തിച്ചു. ഫഡ്വാരിയിൽ തകർന്ന റോഡ് ഗതാഗതയോഗ്യമാക്കിയിട്ടുണ്ട്. ദരാലിയിൽ കുടുങ്ങിയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ദുരന്ത സ്ഥലത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമവും ഒരു ബജാറും കംപ്ലീറ്റ് അവിടെ വൈറ്റ് വാഷ് ആയിപ്പോയി, സാഫായിപ്പോയി. അപ്പോൾ അതിൽ മാത്രമല്ല, റോട്ടിലൊരു 25 അടിയെങ്കിലും മണ്ണും കല്ലും ചളിയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ബോഡി അടക്കം ഉണ്ടാവാം. അതിന് മുകളിൽ കൂടെ ഞങ്ങളെ നടത്തി ക്രോസ് ചെയ്യിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ ഹർഷലിൻ്റെ ഹെലിപ്പാഡിലേക്ക് ഞങ്ങൾക്ക് വരാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. 10 അടിയോളം പൊക്കത്തിൽ മണ്ണടിഞ്ഞതിനാൽ കാണാതായവരെ കണ്ടെത്തുക ദുഷ്കരമാണെന്ന് സൈന്യം അറിയിച്ചിട്ടുമുണ്ട്. ശരത്ലാൽ ചേരുകയാണ് ഉത്തരാഖണ്ഡിൽ നിന്നും. ശരത്ത്, ഏതാണെങ്കിലും മലയാളികളെ ഒപ്പം ചേർക്കാനായെന്ന് പറയുന്നത് വലിയ സന്തോഷകരമായ സാഹചര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും അവിടെ ദുഷ്കരമായി തന്നെ രക്ഷാപ്രവർത്തനം പോകുന്ന സാഹചര്യം കൂടി. ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? ഒപ്പം മലയാളികൾ പങ്കുവച്ച ആശ്വാസ വാക്കുകൾ കൂടി ഏത് തരത്തിലായിരുന്നു? സംഗീത, വളരെ ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. ഇവിടെ നിന്ന്, അതായത് ഈ ദരാലിയിൽ നിന്ന് ദുരന്ത സ്ഥലത്ത് നിന്ന് ആദ്യം ഉത്തരകാശിയിലെത്തിയ മലയാളികളാണ് നമ്മളോടിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചത്. അത്ര ദുരന്തമുഖം നേരിട്ട് കണ്ട് ആ ദുരന്തമുഖത്തിൽ ദരാലി ഗ്രാമം ചെളിയിൽ പോതിച്ച് ആ ചെളിയിൽ കൂടി നടന്ന് ഹെലിപ്പാഡിലെത്തി, ഹെലിപ്പാഡിൽ നിന്ന് ഇവിടെ എത്തിയ മലയാളികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് കാണാൻ കഴിയും അവർ വിശ്രമത്തിലാണ്. അപ്പോൾ ചേട്ടാ, എങ്ങനെയായിരുന്നു എന്തായിരുന്നു നിങ്ങൾക്ക് അനുഭവം? ഞങ്ങളുടെ അനുഭവം എന്ന് പറയാൻ, ഞങ്ങൾ ഈ സംഭവം നടക്കുന്നതിൻ്റെ 10-20 മിനിറ്റ് മുന്നേ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളതിൽ പെടുമായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ, ഒരു അമ്പലത്തിൽ ഞങ്ങൾ തൊഴാനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. മാത്രമല്ല, വണ്ടി വീണ്ടും എടുക്കാൻ നേരത്ത് പോലീസുകാർ ഞങ്ങളെ അറിയിച്ചു, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങളെ അറിയിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളിന്ന് പതിയെ വരുമ്പോൾ, ഈ ദുരന്തമുഖത്ത് കൂടി നടന്നു വരുമ്പോൾ ഉണ്ടായ ഭയാനകമായ കാഴ്ച എന്ന് പറയുന്നത്, കാറുകൾ, അതുപോലെ വാഹനങ്ങളെല്ലാം പകുതിയിൽ മണ്ണിനടിയിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥ. അതുപോലെ വീടുകൾ ക്ലീനാണ്. ഒരു ഏകദേശം പറയുകയാണെങ്കിൽ 100 കൂടുതൽ 10-200 കൂടുതൽ ആൾക്കാർ മരിച്ചതായിട്ടാണ് കിട്ടിയ റിപ്പോർട്ട്. മാത്രമല്ല, മിലിറ്ററി ഫോഴ്സ് വളരെ നല്ല രീതിയിൽ തിരയുന്നുണ്ട്. അത് ഇനിയും ആൾക്കാരെ കണ്ടെത്താനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടുന്ന് ഹെലികോപ്റ്ററിലെത്തി. അതുപോലെ മിലിറ്ററി ഫോഴ്സ് ക്യാമ്പിൽ ഒരു ദിവസം താമസിക്കേണ്ടി വന്നു. സമയത്തിന് ഭക്ഷണവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അവർ ചെയ്തു തന്നു. മിലിറ്ററി ഫോഴ്സ് കറക്റ്റ് ടൈമിൽ ഞങ്ങളെ ഹെലിപ്പാഡിൽ എത്തിച്ച് ഹെലികോപ്റ്ററിൽ ഞങ്ങളെ കയറ്റി വിട്ടു. ഞങ്ങൾ റൂമിലെത്തി ഭക്ഷണം കഴിച്ചു, റിലാക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഏതൊരു കൃപാകടാക്ഷം കൊണ്ട് ഒരു 10-20 മിനിറ്റ് നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളോട് മുമ്പിൽ സംസാരിക്കാൻ ഞാനുണ്ടായിരുന്നില്ല. അതുപോലെ ഞങ്ങളുടെ 22 പേരും മലയാളീസും വളരെ സുരക്ഷിതമായി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു. 22 മലയാളികളാണ് സംഗീത. 22 മലയാളികളിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇവരെ എത്തിച്ചത്. രാവിലെ 19 പേരെയും അതിനുശേഷം ബാക്കി 3 പേരെയും കൂടി പിന്നീട് എത്തിക്കുകയായിരുന്നു സംഗീത. അല്ലേ, നമുക്ക് ഈ ചേച്ചിയോട് തന്നെ ചോദിക്കാം, എന്തായിരുന്നു ഇന്നത്തെ അനുഭവം? എന്തായിരുന്നു? ഒരു ഭയമുണ്ടായിരുന്നു? ഇല്ല, ഭയം ഉണ്ടായില്ല. പക്ഷെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുടുംബക്കാരെ, കുട്ടികളെ ആരെയും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബാക്കി ഇതൊന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വളരെ വലിയ സൗകര്യങ്ങളെല്ലാം. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത് ഈ ധരാളി കൂടി നടക്കുമ്പോൾ? അത് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. സങ്കടം വരുന്ന ഒരു കാഴ്ച. എന്താ വെച്ചാൽ ഞങ്ങൾ അന്ന് രാവിലെയാണ് ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയത്. വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ വെറും പാറക്കല്ലുകൾ, പിന്നെ വീടുകളുടെ മേൽഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മണ്ണ് കുടുങ്ങിയിട്ട്, പിന്നെ കാറിൻ്റെ വീല് മാത്രം കണ്ട്, അങ്ങനെ എന്താ പറയുക, നമുക്ക് വളരെ സങ്കടം തോന്നുന്നൊരവസ്ഥയായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഞങ്ങൾ നടന്നു വന്നത്. അതുപോലെ വെള്ളമൊഴുക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ നിങ്ങളെ സഹായിച്ചിരുന്നു? വളരെ, അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വെള്ളമൊഴുക്കൊന്നുമില്ല, മുഴുവൻ മണ്ണും ചളിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് കിടക്കില്ല. കാരണം വെള്ളമൊഴുക്കൊന്നുമില്ല. പക്ഷേ അവരുടെ ആ പട്ടാളക്കാരന് ഒരു നമ്മളെയുള്ള ഒരു ഇതുണ്ടല്ലോ, രക്ഷാപ്രവർത്തനം ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഞങ്ങളെയൊക്കെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുവരിക എന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ലഗേജെല്ലാം അവരിനെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് തരിക. അങ്ങനെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അവർ. അവരിപ്പോഴും ഷോക്കിൽ നിന്ന് തീർച്ചയായും ശരത്ത്, അത് തന്നെയാണ്. ഒരു ദുരന്തമുഖം അഭിമുഖീകരിച്ച് വന്നവരാണ്. അവരുടെ ആശ്വാസ വാക്കുകൾ ശരത്ലാലോട് പങ്കുവെക്കുകയായിരുന്നു ഛത്തീസ്ഗഡിൽ നിന്നും.